ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നഴ്സസ് ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രഷർ സോർ അഥവാ ഡെക്യുബിറ്റസ് അൾസറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കി, എത്തിയോളജി നോക്കി, റിസ്ക് ഫാക്ടേഴ്സ് നോക്കി, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സും സിംറ്റംസും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് ബെഡ് സോറിൻ്റെ പ്രിവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ബെഡ് സോർ വന്നിട്ട് അത് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഈസിയർ ആയിട്ടുള്ള മെത്തേഡാണ് ബെഡ് സോർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രധാനമായിട്ടും ഇനഡിക്വേറ്റ് കെയർ കൊണ്ടായിരിക്കും ബെഡ് സോർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ഈ ബെഡ് സോർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ചേഞ്ച് ആണ്. ഫോർ എക്സാമ്പിൾ, കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണ്, പ്രൊലോങ്ഡ് ടൈം ഇൻ്റർവെല്ലിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ എവറി 2 അവറിൽ പേഷ്യൻറ്റിന് ഒന്ന് പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വീൽ ചെയറിലോ മറ്റോ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ എവറി 15 മിനിറ്റ്സിൽ പേഷ്യൻറ്റിനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താനോ ഇത്തിരി നേരം ഒന്ന് ആ ഒരു പൊസിഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനോ ആയിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം. ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ബെഡ് സോർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഇൻസ്പെക്ഷൻ ആണ്. അതായത് ഡെയിലി സ്കിന്നിന് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുക. ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇൻസ്പെക്ഷൻ ടെക്നിക്കിലൂടെ നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇനി തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷനാണ്. ഒരു ഹെൽത്തി ഡയറ്റ് എപ്പോഴും പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഒരു ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ടൊരു ഹെൽത്തി ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അഡിക്വേറ്റ് ഹൈഡ്രേഷനും പേഷ്യൻറ്റിന് സപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് ഇപ്പോൾ സ്മോക്കർ ആണെങ്കിൽ നമുക്ക് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പേഷ്യൻറ്റിനോട് പറയാം. സ്മോക്കിംഗ് ഈ ഡെക്യുബിറ്റസ് അൾസർ അല്ലെങ്കിൽ വാസ്കുലർ ഡിസീസിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പ്രഷർ സോർ ഉണ്ടാകാം. അപ്പോൾ അതിന് സെസേഷൻ ചെയ്യാൻ പറയുക. പിന്നെ അതുമാത്രമല്ല, ഡെയിലി എക്സസൈസിനെ എൻകറേജ് ചെയ്യുക. ഡെയിലി എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സർക്കുലേഷനെ അത് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പ്രഷർ റിലീവിങ് ഡിവൈസസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, എയർ മാട്രസ് അല്ലെങ്കിൽ വാട്ടർ മാട്രസ്. കൂടുതലും ലോങ് ടൈം ഡെബിലിറ്റേറ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ എയർ മാട്രസ് അല്ലെങ്കിൽ വാട്ടർ മാട്രസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡെക്യുബിറ്റസ് അൾസറിൻ്റെ സാധ്യത കുറയ്ക്കുന്നുണ്ട്. അതായത് പ്രഷർ ഈക്വലായിട്ട് ബെഡിൻ്റെ എല്ലാ ഏരിയയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാരണം ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലോട്ടുള്ള പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രോണിക് ഇൽനെസ് അല്ലെങ്കിൽ ഒരുപാട് നാൾ കിടപ്പിലായ പേഷ്യൻസിന് വാട്ടർ മാട്രസ് അല്ലെങ്കിൽ എയർ മാട്രസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ചേഞ്ചിങ് പൊസിഷൻ ഓഫ്റ്റൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻ്റ് വീൽ ചെയറിലാണെങ്കിൽ എവറി 15 മിനിറ്റ്സും അതുപോലെ തന്നെ പേഷ്യൻ്റ് ബെഡിലാണെങ്കിൽ എവറി 2 അവർ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറയുക. ഇനി പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നഴ്സ് അസിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോട് അസിസ്റ്റ് ചെയ്യാനോ ആയിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് സപ്പോർട്ട് സർഫസസ് ആണ്. അതായത് സ്പെഷ്യൽ കുഷൻസ് അല്ലെങ്കിൽ പാഡ്സ്, മാട്രസസ് ഒക്കെ നമുക്ക് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവഴി പേഷ്യൻറ്റിന് ഫോർ എക്സാമ്പിൾ ഒരു സോർ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ഫർദർ ബ്രേക്ക് ഡൗണിനെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്ലീനിങ് ആണ്. അതായത് വൂണ്ട് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വൂണ്ട് എപ്പോഴും ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഈ പ്രഷർ സോറ് സ്റ്റേജ് ഫസ്റ്റിലാണെങ്കിൽ നമുക്ക് വാട്ടറും മൈൽഡ് സോപ്പും ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ്. പക്ഷേ വൂണ്ട് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ അവിടെ സാൾട്ട് വാട്ടർ അല്ലെങ്കിൽ സലൈൻ സൊല്യൂഷൻ ഉപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത്. മാത്രമല്ല, വൂണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രസ്സിങ്സ് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ് ഇൻകോണ്ടിനൻസ് ആണ്. അതായത് പേഷ്യൻറ്റിന് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ അല്ലെങ്കിൽ ഇൻകോണ്ടിനൻസ് ഓഫ് ഫീസസ് കാണും. അപ്പോൾ ഇത് കാരണം ആ ഒരു വൂണ്ട് ഡ്രസ്സിങ് നമുക്ക് പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവാനോ അല്ലെങ്കിൽ വെറ്റ് ആവാനോ സാധ്യതയുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിന് ഇപ്പോൾ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ ഉണ്ടെങ്കിൽ നമുക്ക് കത്തീറ്ററൈസ് ചെയ്യാം. അതുപോലുള്ള എന്തെങ്കിലും മെഷേഴ്സ് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. മാത്രമല്ല, എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു വൂണ്ട് വെറ്റായി കഴിഞ്ഞാൽ നമുക്കത് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നെക്സ്റ്റ് റിമൂവൽ ഓഫ് ഡാമേജ്ഡ് ടിഷ്യൂ. ഇതിനെ ഡീബ്രൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ടിഷ്യൂസ് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൂണ്ട് ഡീബ്രൈറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ സ്റ്റെറൈൽ ആയിട്ടുള്ള ഡ്രസ്സിങ്സ് പ്രൊവൈഡ് ചെയ്യുക.
പിന്നെ വൂണ്ട് ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഓറൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാം. ഹെൽത്തി ഡയറ്റ്, അതായത് അതും നമ്മുടെ വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുകയും സ്കിന്നിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കെയർ ഗീവേഴ്സിൻ്റെ അടുത്ത്, പേഷ്യൻറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്, എങ്ങനെയാണ്, എന്തൊക്കെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്തുകൂടാ, മോയ്സ്ചർ കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യുക, പൊസിഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ കെയർ ഗീവേഴ്സിനോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് 100 വാട്ടിൻ്റെ ഇലക്ട്രിക്കൽ ബൾബ് 45 to 60 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ വൂണ്ട് 10 മിനിറ്റ്സ് നേരം അപ്ലൈ ചെയ്യുന്നു. ഇത് വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഇൻസുലിൻ ഡയറക്റ്റ് നമ്മൾ വൂണ്ടിലോട്ട് ഇൻസ്റ്റിൽ ചെയ്തിട്ട് എയറിൽ ഡ്രൈ ചെയ്യുന്നുണ്ട്. ഇതും നമ്മുടെ വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ഇൻകോണ്ടിനൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സിങ്ക് ഓക്സൈഡ് ഓയിൻമെൻറ്റ് വൂണ്ടിൻ്റെ സർഫസിൽ അപ്ലൈ ചെയ്യുന്നത് കാരണം ഫർദർ ടിഷ്യൂ ഡാമേജ് അല്ലെങ്കിൽ ഫർദർ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വൂണ്ടിൽ സ്ലഫ് പ്രസൻ്റ് ആണെങ്കിൽ ദിവസം 2 നേരം ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ട് ചേർത്തിട്ടുള്ള സൊല്യൂഷൻ വെച്ച് നമുക്ക് സ്ലഫ് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ പ്രഷർ സോറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റോൾ ഓഫ് നഴ്സ് ഇൻ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ബെഡ് സോർ. അതായത് ബെഡ് സോറിൻ്റെ പ്രിവെൻഷനിലും മാനേജ്മെൻറ്റിലും നഴ്സിൻ്റെ റോൾ എന്താണെന്നാണ്. ഇവിടെ നഴ്സ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് പ്രഷർ അൾസർ ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്കിന്നിൻ്റെ കണ്ടീഷൻ ട്വൈസ് എ ഡേ അസസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കോമൺ സൈറ്റ്, പ്രഷർ സോർ വരാനുള്ള കോമൺ സൈറ്റിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും വാംത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുന്നു. അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആണോ അല്ലെങ്കിൽ മോയ്സ്ചർ സ്കിന്നാണോ, എന്തെങ്കിലും ബ്രേക്കിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ ലെവൽ ഓഫ് മൊബിലിറ്റി എത്രത്തോളമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കുലേറ്ററി സ്റ്റാറ്റസ് അസസ് ചെയ്യുന്നുണ്ട്. അതായത് പെരിഫറൽ പൾസ് നോക്കിയിട്ട് അല്ലെങ്കിൽ എഡിമ നോക്കിയിട്ടൊക്കെയാണ് സർക്കുലേറ്ററി സ്റ്റാറ്റസ് അസസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ന്യൂറോ വാസ്കുലർ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് അസസ് ചെയ്യുന്നു. പിന്നെ ഡിറ്റർമൈൻ ദ പ്രസൻസ് ഓഫ് ഇൻകോണ്ടിനൻസ്, എന്തെങ്കിലും ഇൻകോണ്ടിനൻസ് പേഷ്യൻറ്റിന് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പിന്നെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ആൻഡ് ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് അസസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രസൻറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും പേഷ്യൻറ്റിൻ്റെ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. ഇനി പേഷ്യൻറ്റിന് ഡിക്രീസ്ഡ് സെൻസറി പെർസെപ്ഷൻ ആണെങ്കിൽ അവിടുത്തെ നഴ്സിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ പോയിൻറ്റ്സിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും സൈൻസോ സിംറ്റംസോ ഉണ്ടോ എന്ന് അസസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രഷർ റീഡിസ്ട്രിബ്യൂഷൻ സർഫസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് എയർ മാട്രസ് അല്ലെങ്കിൽ വാട്ടർ മാട്രസ് ഒക്കെ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, പേഷ്യൻറ്റിന് ഇൻകോണ്ടിനൻസ് ഉണ്ടെങ്കിൽ ഇൻകോണ്ടിനൻസ് മാനേജ്മെൻറ്റിൻ്റെ നീഡ് അസസ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ഇൻകോണ്ടിനൻറ്റ് എപ്പിസോഡും കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. മോയ്സ്ചർ ബാരിയർ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്ത് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവെൻഷൻസ് ടു അവോയ്ഡ് ഫ്രിക്ഷൻ ആൻഡ് ഷിയർ. നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഷിയർ ആണ് ഡെക്യുബിറ്റസ് അൾസറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എത്തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ റീപൊസിഷൻ ചെയ്യാം. ഡ്രോ ഷീറ്റ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ഓഫ് സർഫസ് യൂസ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ റീപൊസിഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷനിങ് ടെക്നിക്ക് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ പേഷ്യൻറ്റിനെ ബെഡിൽ ഇങ്ങനെ വലിച്ചിഴയ്ക്കും, ഡ്രാഗ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ കംഫർട്ട് ഡിവൈസും പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, ഇൻ്റർവെൻഷൻ ഫോർ എ പേഷ്യൻറ്റ് വിത്ത് ഡിക്രീസ്ഡ് ആക്ടിവിറ്റി ഓർ മൊബിലിറ്റി. ആക്ടിവിറ്റി കുറയുന്ന അല്ലെങ്കിൽ മൊബിലിറ്റി കുറയുന്ന പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷനാണ്. അവിടെ നമ്മളൊരു ഇൻഡിവിജ്വലൈസ്ഡ് ടേണിംഗ് ഷെഡ്യൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ പൊസിഷൻ എവറി 2 അവർ ചേഞ്ച് ചെയ്യാനായിട്ട് പറയുക. പിന്നെ വരാനുള്ള സാധ്യത ഒരുപാട് ഹൈ റിസ്ക് കേസ് ആണെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി നമുക്കൊന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഈ 2 മണിക്കൂർ എന്നുള്ളത് നമുക്ക് 1 മണിക്കൂറാക്കി വേണമെങ്കിലും ചുരുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഇൻ്റർവെൻഷൻ ഫോർ എ പേഷ്യൻറ്റ് വിത്ത് പുവർ ന്യൂട്രീഷൻ. പുവർ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷനാണ്. അവിടെ നമ്മൾ അഡിക്വേറ്റ് ന്യൂട്രീഷണൽ ആൻഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പേഷ്യൻറ്റിനെ അസിസ്റ്റ് ചെയ്യുക. മാത്രമല്ല ഒരു ഡയറ്ററി കൺസൾട്ടേഷനും പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഇതുകൂടാതെയുള്ള നഴ്സിൻ്റെ റോളാണ് പ്രഷർ സോറിൻ്റെ പ്രോഗ്രസ് എവറി 4 to 6 hours ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ വൂണ്ട് ഡീബ്രൈൻമെൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ സർജനെ അല്ലെങ്കിൽ ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുക. മാത്രമല്ല പേഷ്യൻറ്റിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഈ ഒരു പ്രഷർ സോറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെയും അതിൻ്റെ ഒരു പ്രിവെൻഷനെയും കുറിച്ചിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് പ്രഷർ സോറിൻ്റെ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഫുള്ളിരുന്ന് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക.
അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.